Hi, my dears. So, this is the third lecture from Linguistics and Phonetics. In this lesson, we'll be dealing with syntagmatic and paradigmatic. In last class, we have discussed linguistics, its branches. Then I uploaded a video on diachronic and synchronic. So, today I'll be dealing with syntagmatic and paradigmatic. Okay, what do you mean by syntagmatic and paradigmatic? The structure of a language, according to Sasho, can be segmented into two kinds of relationship, the syntagmatic and the paradigmatic. Combination supported by linearity are syntax. Words become a sentence because they are chained together, right? So syntagmatic relationship is the combinatorial or chain relationship. For example, consider the sentence, we can come tomorrow is a sentence because in this linear arrangement of words, we is correlated with can and then can with come and so on. The relationship is that of pronoun plus auxiliary plus main verb plus temporal verb. So this relationship is restricted to certain orders. സിൻഡഗ്മാറ്റിക് എന്ന് പറയുന്നത് കോമ്പിനേറ്റോറിയൽ അല്ലെങ്കിൽ ഒരു ചെയിൻഡ് റിലേഷൻഷിപ്പ് ആണ്. നമുക്കറിയാം വേർഡ്സ് എന്ന് പറയുന്നതിനെ കൃത്യമായ രീതിയിൽ ഒരു ഓർഡറിൽ പ്ലേസ് ചെയ്താൽ മാത്രമേ നമുക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള സെന്റൻസ് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സെന്റൻസിൽ നമുക്ക് ഇഷ്ടപ്പെട്ടതുപോലെ തോന്നിയ രീതിയിൽ കൊണ്ടുവന്ന് നമുക്ക് വേർഡ്സ് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. അതിനൊരു പ്രോപ്പർ ഓർഡർ ഉണ്ട്. ആ ഒരു പൊസിഷനിൽ മാത്രമേ നമുക്ക് ആ സയൻസിനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ കൃത്യമായ ഒരു സെന്റൻസ് കിട്ടുള്ളൂ. സോ സിൻഡഗ്മാറ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾ അബൌട്ട് പൊസിഷനിങ്. ആൻഡ് ആ സിൻഡാംസിൽ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന്റെ ആ വേർഡ് ഓർഡറിൽ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ചേഞ്ച് ദ മീനിങ് കംപ്ലീറ്റ്ലി. ആ മീനിങ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് സെന്റൻസിനകത്ത് മാറിപ്പോകും. ഒരു സിൻഡഗ്മാറ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് സയൻസിനെ കൃത്യമായ ഒരു ക്രിയേറ്റീവ് മീനിങ് കിട്ടാൻ വേണ്ടി അതിന്റെ ഓർഡറിൽ പ്ലേസ് ചെയ്യുന്നതിനെയാണ് സിൻഡഗ്മാറ്റിക് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, വി ക്യാൻ കം ടുമോറോ എന്നുള്ളത് ഫസ്റ്റ് വൺ വി എന്നുള്ളത് പ്രോനൗൺ ആണ് ആൻഡ് ക്യാൻ എന്നുള്ളത് ഓക്സിലറി വേർബ് ആണ്. അതിനുശേഷം അവിടെ വന്നത് കം എന്നുള്ളത് മെയിൻ വേർബ് ആണ്. പിന്നീടുള്ള ടുമോറോ എന്നുള്ളത് ടെമ്പറൽ ആഡ്വേർബ് ആണ്. സോ ഇതിനെ കൃത്യമായ രീതിയിൽ ഓർഡറിൽ നമ്മൾ പ്ലേസ് ചെയ്തപ്പോഴാണ് വി ക്യാൻ കം ടുമോറോ എന്നുള്ള മീനിങ് ഫുൾ സെന്റൻസ് നമുക്ക് ലഭിച്ചത്. അതേസമയം ഞാനിത് വൈ കം ക്യാൻ ടുമോറോ എന്നൊക്കെ ആയിരുന്നു കൊടുത്തിരുന്നെങ്കിൽ അതൊരു പ്രോപ്പർ സെന്റൻസ് എന്ന് പറയാൻ പറ്റില്ല. കാര്യം അതിന്റെ മീനിങ് അത് കൺവേ ചെയ്യുന്നില്ല. In the sentence cited above that we can come tomorrow, here we is not what can is. We എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥമല്ല can എന്ന വേർഡിനുള്ളത്. വിക്ക് can ആകാനായിട്ട് പറ്റില്ല. ആൻഡ് can is not what come is. canന്റെ അർത്ഥം എന്ന് പറയുന്നത് കം ആയിട്ടുള്ള അർത്ഥവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതാണ്. ആൻഡ് come is not what tomorrow is. കം എന്ന് പറയുന്നത് ടുമോറോ ആയിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു വേർഡാണ്. സോ ഈച്ച് ഓഫ് ദീസ് വേർഡ്സ് ഡിഫർ ഫ്രം ഓൾ അതേഴ്സ്. ഓരോ വേർഡ്സും മറ്റു വേർഡ്സിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഇതിനെ കൃത്യമായ രീതിയിൽ പ്ലേസ് ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന മീനിങ്സ് അല്ലെങ്കിൽ സെന്റൻസ് അവിടെ ഫോം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കൺസിഡർ ദിസ് എക്സാമ്പിൾ, ജോൺ എയ്റ്റ് ആൻ ഒക്ടോപ്പസ്. ജോൺ എയ്റ്റ് ആൻ ഒക്ടോപ്പസ് എന്ന് പറയുമ്പോൾ ഇവിടെ ജോൺ എന്ത് കഴിച്ചു? ഒക്ടോപ്പസ് കഴിച്ചു എന്നാ പറയുന്നത്. ആൻഡ് ഒക്ടോപ്പസ് എയ്റ്റ് ജോൺ എന്ന് പറഞ്ഞാൽ ഞാൻ അതിനകത്തുള്ള സിൻഡാംസിൽ ചേഞ്ച് വന്ന് വരുത്തിയപ്പോൾ അവിടെ എന്ത് പറ്റി? ഇറ്റ് ക്യാൻ ചേഞ്ച് ദ മീനിങ് സിഗ്നിഫിക്കന്റ്ലി, അല്ലേ? സോ ദിസ് ഈസ് വാട്ട് syntagmatic relationship is. And next one is paradigmatic relationship. The paradigmatic relationships are contrastive or choice relationship. Words that have something in common are associated in the memory, resulting in groups marked by diverse relations. For example, the English word learning will unconsciously call to mind a host of other words, study, knowledge, discipline, etc. So all these words are related in some way. So this kinds of relationship is called associative or paradigmatic relationship. പാരഡിഗ്മാറ്റിക് റിലേഷൻഷിപ്സിനെ നമുക്ക് ചോയ്സ് റിലേഷൻഷിപ്പ് എന്ന് പറയാം, അസോസിയേറ്റീവ് റിലേഷൻഷിപ്പ് എന്ന് പറയാം. ആൻഡ് ഇറ്റ് ഈസ് ഓൾ അബൌട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. സബ്സ്റ്റിറ്റ്യൂഷനെയാണ് ഇത് ഡിനോട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ലേണിംഗ് എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മളുടെ മനസ്സിലേക്ക് വന്നാൽ, ഈ ഒരു ഇംഗ്ലീഷ് വേർഡ് ആണ് നമ്മുടെ മനസ്സിലുള്ളതെങ്കിൽ നമുക്ക് അതും വി ക്യാൻ റിലേറ്റ് ഇറ്റ് വിത്ത് മെനി അതർ വേർഡ്സ്, അല്ലേ? സ്റ്റഡി, ടീച്ചർ, സ്റ്റുഡൻസ്, ഡിസിപ്ലിൻ, നോളജ്, ഇങ്ങനെ ഒരുപാട് വേർഡ്സുമായിട്ട് ആ ഒരു പെർട്ടിക്കുലർ വേർഡിനെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഓൾ ദീസ് വേർഡ്സ് ആർ റിലേറ്റഡ് ഇൻ സം അതർ വേസ്. ഈ വേർഡ്സ് എല്ലാം പരസ്പരം ഏതൊക്കെയോ രീതിയിൽ റിലേറ്റഡ് ആണ്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പാരഡിഗ്മാറ്റിക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുക, ജോൺ എയ്റ്റ് ഹിസ് ഡിന്നർ അല്ലെങ്കിൽ ജോൺ എയ്റ്റ് ഹിസ് ഫുഡ്. ഇതാണ് സെന്റൻസ് എങ്കിൽ ജോൺ മൈറ്റ് ഹാവ് ചൂസൺ ബീഫ്, ചിക്കൻ, പാസ്ത ഫോർ ഹിസ് മീൽ. എന്തുവാകാം, അവൻ ചിക്കൻ ആയിരിക്കാം കഴിക്കുന്നത്, അല്ലെങ്കിൽ ബീഫ് ആയിരിക്കും, അല്ലെങ്കിൽ പാസ്ത, ഏത് ഫുഡ് ആണെങ്കിലും നമുക്ക്
ചോയ്സ് ഉണ്ട് ജോൺ എന്താണ് കഴിച്ചതെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ടുള്ളത്. ആൻഡ് ഈച്ച് ഈസ് എ പാർട്ട് ഓഫ് പാരഡിം ഓഫ് ഫുഡ്. ഇവിടെ ബീഫ്, ചിക്കൻ, പാസ്ത എന്തോ ആവട്ടെ അതെന്ന് പറയുന്നത് ഫുഡിന്റെ പാരഡിംസ് ആണ്. ഓ സ്പെസിഫിക് ഫുഡ്സ് ജോൺ മൈറ്റ് ഈറ്റ്, അല്ലെങ്കിൽ ജോൺ കഴിക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലുമൊക്കെ ഫുഡ് ആയിരിക്കും. സോ സിൻഡഗ്മാറ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഹോറിസോണ്ടൽ ആക്സിസ് ആണെങ്കിൽ paradigmatic relationship is seen along with the vertical axis. In a word, the paradigmatic relationship is vertical in absentia. It is a choice relationship. It operates in phonemes, words, morphemes, etc. The syntagmatic relationship, on the other hand, is horizontal. And the dichotomy between these two can be illustrated in the following manner. ഈ തന്നിരിക്കുന്ന ഈ ഒരു എക്സാമ്പിൾ, ഈ ഒരു ഇലസ്ട്രേഷനിലോട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. I hope it is clear. Thank you so much.